സോ അതിനെ നമുക്ക് ചെയ്തു തുടങ്ങാം. ഏത് ഫംഗ്ഷനും ഫോർമുലയും തുടങ്ങുന്നത് ഒരു ഈക്വൽ ടു സൈനിലായിരിക്കും. സോ ഈക്വൽ ടു VLOOKUP. ഇനി തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. ലുക്കപ്പ് വാല്യൂ, ഏത് വാല്യൂവിനെയാണ് നമ്മൾ താഴത്തെ ടേബിളിൽ നോക്കേണ്ടത്, ഈ നെയിം എന്ന് പറയുന്ന വാല്യൂവിനെ അല്ലേ. അത് കഴിഞ്ഞു കോമ. ടേബിൾ അറേ, ഏത് ടേബിളിലാണ് നമ്മളിത് ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു ഈ ടേബിൾ ഫുള്ള്, ഈ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ ഫുള്ള് ചെക്ക് ചെയ്യണം. കോമ. കോളം ഇൻഡെക്സ് നമ്പർ, ഏത് കോളത്തിലെ വാല്യൂ ആണ് വേണ്ടത്. ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. സോ നമുക്ക് ഈ സെക്കൻഡ് കോളത്തിലെ വാല്യൂ ആണ് വേണ്ടത്. സോ നമ്പർ 2. കോമ. പിന്നെ നമുക്ക് ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഫിഗേഴ്സ് അല്ലെങ്കിൽ ഈ നെയിം എക്സാക്ട്ലി മാച്ച് ചെയ്യണോ, അതേ അതിനുമായിട്ട് ഏകദേശം സാമ്യമുള്ള ഏതെങ്കിലും വാല്യൂ കിട്ടിയാൽ മതി. പക്ഷെ നമുക്കിവിടെ എക്സാക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. സോ നമ്മളിവിടെ എക്സാക്റ്റ് മാച്ച് ക്ലിക്ക് ചെയ്യുന്നു. ട്രേസ് പ്രസിഡൻസ്. ട്രേസ് പ്രസിഡൻസിൽ നമ്മൾ ഏത് സെല്ലിലാണോ പോകേണ്ടത് ആ സെല്ലിലേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ട്രേസ് പ്രസിഡൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലത്തെ ഒരു ആരോ മാർക്കും അത് കഴിഞ്ഞിട്ട് വേറൊരു ഷീറ്റ് ആണെങ്കിൽ ആ ഷീറ്റിലേക്കുള്ള റെഫറൻസും വരും. സോ നമ്മൾ ഈ ആരോ മാർക്കിൽ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് അല്ല കേട്ടോ, സാധാ ക്ലിക്ക്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എവിടെ നിന്നാണിത് വന്നതെന്നുള്ള സെല്ലിൻ്റെ റെഫറൻസ് ഉണ്ടാവും. ഓപ്പൺ ബ്രാക്കറ്റ്. റേഞ്ച്. ഓക്കെ, ഏത് റേഞ്ചിലാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നേരത്തെ ടേബിൾ അറേ കണ്ട പോലെ തന്നെ ഏത് റേഞ്ചിലാണ് നമ്മളിത് നോക്കേണ്ടത്. ഈ ഒരു കോളം മുഴുവൻ അല്ലേ, ഈ ഒരു കോളം മുഴുവൻ നോക്കുക. എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ കോളത്തിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. സോ അതിന് F4 ഞെക്കുക. കോമ. ക്രൈറ്റീരിയ, ഏത് ക്രൈറ്റീരിയയുടെ ബേസിസിൽ, ABC ലിമിറ്റഡ് എന്ന ക്രൈറ്റീരിയയുടെ ബേസിൽ. സോ നമ്മുടെ ഈ റേഞ്ചിൽ ഈ വാല്യൂ ഫൈൻഡ് ചെയ്യുക. കോമ. സം റേഞ്ച്. സം റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോളത്തിൻ്റെ സമ്മാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ഈ കോളത്തിൻ്റെ സമ്മാണ് വേണ്ടത്. സോ ഇവിടെ സം റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലാതെ കോളം നമ്പേഴ്സ് കൊടുക്കുകയല്ല. സോ ആ റേഞ്ച് ഫുള്ള് സെലക്ട് ചെയ്യുക, അതിനെയും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. സോ എവിടെയാണോ ഡേറ്റ വാലിഡേഷൻ ചെയ്യേണ്ടത് ആ സെല്ലുകൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷനിലോട്ട് പോവാം. ഡേറ്റ വാലിഡേഷൻ നമുക്ക് ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ഇതിൽ കിടക്കുന്നത് അലൗ എനി വാല്യൂ, അതായത് ഈ ഒരു സെല്ലുകളിൽ എന്ത് വാല്യൂ വേണമെങ്കിലും ഇടാനായിട്ട് ഉള്ള ഒരു വാലിഡേഷനിലാണ് കിടക്കുന്നത്. നമുക്കതല്ല വേണ്ടത്, നമ്മൾ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസ് മാത്രമേ അവിടെ വരാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ എനി വാല്യൂ എന്നുള്ളത് മാറ്റിയിട്ട് അത് തന്നെ ആദ്യം നമുക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. സോ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസ് മാത്രമേ അവിടെ വരാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് സോഴ്സ് കൊടുക്കാം, ഏതൊക്കെ വാല്യൂസ് വരാം എന്നുള്ളതിന് നമുക്ക് സോഴ്സ് കൊടുക്കാം. അപ്പോൾ സോഴ്സിൻ്റെ അവിടെ സെലക്ട് ചെയ്തിട്ട് ഇത്രയും നമ്മളങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോഴ്സ് നമ്മൾ ഈ ഷീറ്റിൽ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു ഷീറ്റിലും ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, നമ്മളിവിടെ പോകുമ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡ്രോപ്പ് ഡൗൺ വരും. സോ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ മാനേജറോ അക്കൗണ്ടൻറ്റോ ഏതെങ്കിലും മാത്രമേ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പകരം ഇപ്പം ഞാനിവിടെ പഴയ പോലെ പേരടിക്കാൻ നോക്കുകയെന്ന് വെക്കുക, അപ്പം തന്നെ എറർ വരും, അവർക്കത് അടിക്കാൻ പറ്റില്ല. എന്താണോ ഇവിടെ കിടക്കുന്ന വാല്യൂ അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രോപ്പ് ഡൗണിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ അത് മാത്രമേ വരുള്ളൂ. സോ സബ് ടോട്ടൽ നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി, ഈ ടേബിൾ മൊത്തം സെലക്ട് ചെയ്യണമെന്നൊന്നുമില്ല. എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക, ഡേറ്റ സബ് ടോട്ടലിൻ്റെ ടേബിൾ വന്നു. ഇനി നമ്മളിത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ സംഭവമാണ്. അറ്റ് ഈച്ച് ചേഞ്ച് ഇൻ ഡേറ്റ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചാണോ നമുക്ക് സബ് ടോട്ടൽ വേണ്ടത്? അല്ല, നമുക്ക് എന്താ കസ്റ്റമറിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് സബ് ടോട്ടൽ വേണ്ടത്. സോ അതിന് ഈ ഡേറ്റ എന്നുള്ളത് മാറ്റിയിട്ട് ഡേറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ കസ്റ്റമർ സെലക്ട് ചെയ്യുന്നു. ഇനി എന്താണ് വേണ്ടത്? വാല്യൂ, സമ്മാണ് നമുക്ക് വേണ്ടത്. സമ്മാണോ ആവറേജ് ആണോ അത് എത്ര ബില്ലുണ്ടെന്നുള്ള കൗണ്ടാണോ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ സം തന്നെയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്ക് ഇത്രയും ബില്ലുകൾ പോയാൽ ഏതാണ് ഏറ്റവും മാക്സിമം വാല്യൂ, ഏതാണ് മിനിമം വാല്യൂ ഉള്ള ബില്ല്, അങ്ങനെ അറിയണമെങ്കിൽ എന്ത് ഫംഗ്ഷനാണോ അതിവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സം എടുക്കുകയാണ്. ഇനി സബ് ടോട്ടൽസ്, ഏതൊക്കെ വാല്യൂവിന് നമുക്ക് സബ് ടോട്ടൽ വേണം? ടാക്സബിൾ വാല്യൂവിൻ്റെ സബ് ടോട്ടൽ വേണം, ടാക്സിൻ്റെ സബ് ടോട്ടൽ വേണം, ഇൻവോയ്സ് വാല്യൂവിൻ്റെ സബ് ടോട്ടൽ വേണം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു പിവറ്റ് ടേബിളാണ്. ഈ പിവറ്റ് ടേബിളിൽ നിന്ന് ഗെറ്റ് പിവോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
ഫോർമുലയുണ്ട്. ഈ ഗെറ്റ് പിവറ്റ് ടേബിൾ ഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുല ഇട്ടില്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ പിവറ്റ് ടേബിളിൽ നിന്ന് എന്തെങ്കിലും വാല്യൂ എങ്ങോട്ടെങ്കിലും ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു ഫോർമുല വരും. സേ ഞാനിപ്പോൾ ഈ RK ഏജൻസി എന്ന് പറയുന്ന പാർട്ടിക്ക് അഗൻസ്റ്റ് കിടക്കുന്ന ഇൻവോയ്സ് വാല്യൂവിൻ്റെ ടോട്ടൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെല്ല് ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഗെറ്റ് പിവറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ഒരു ഫോർമുല വരിക. എന്താണ് ഇതിൻ്റെ റെലവൻസ്? വ്യൂ ടാബിലും ഉണ്ട് മാക്രോ, പക്ഷെ മാക്രോ അവിടെയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ വ്യൂ ടാബിലും ചെയ്യാം. ഡെവലപ്പറിൽ പോയിട്ട് റെക്കോർഡ് മാക്രോ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിന് തൊട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും റെക്കോർഡാവാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ മാക്രോയ്ക്ക് നമുക്കൊരു പേര് കൊടുക്കാം. പേരിപ്പോൾ ഞാൻ തൽക്കാലം ഫോർമാറ്റിംഗ് എന്ന് കൊടുക്കുകയാണ്. ഈ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിൻ്റെ അകത്ത് സ്പേസോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ആ പേര് സേവ് ആവില്ല. ജസ്റ്റ് ഒരു വേർഡ് അത് മാത്രമേ നമ്മൾ ഇവിടെ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം അതിനൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് Ctrl+ ആ ഷോർട്ട് കട്ടിനുള്ള ലെറ്ററും കൂടി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എക്സലിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സ് കൊടുക്കരുത്, കാരണം അപ്പോൾ അതിനെ ഓവർ റൈഡ് ചെയ്ത് പോകും. സേ നിങ്ങളിപ്പോൾ Ctrl+V ആണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ ആ പേസ്റ്റ് ഓപ്ഷൻ വർക്ക് ചെയ്യത്തില്ല, നിങ്ങൾ കൊടുത്ത മാക്രോ ആയിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തൽക്കാലം യൂസ് ചെയ്യാത്തൊരു ലെറ്റർ Q എടുക്കാം. Q. അതിനുശേഷം ഇതിന് ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്, വേണമെങ്കിൽ കൊടുക്കാം. ഫോർ ഫോർമാറ്റിംഗ് പേജസ്. Finprov Learning, Finance Learning for All.